ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മൾ വീണ്ടും കുറച്ച് മീഷോ പ്രൊഡക്ട്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് ഈ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കുറച്ച് പേടിച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. മീഷോന്ന് നോൺ സ്റ്റിക്കിൻ്റെ ഐറ്റംസ് ഒക്കെ ക്വാളിറ്റി ഉണ്ടാവോ ഇല്ലേ എന്നുള്ളൊക്കെ ഒരു ഡൗട്ട് ഉണ്ടല്ലോ. പക്ഷേ ഇത് അടിപൊളി കേട്ടോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ ലിഡോട് കൂടി വരുന്ന ഒരു പാനാണ്. ലിഡൊക്കെ നല്ല ഹൈ ക്വാളിറ്റിയിൽ, പാനും അങ്ങനെ തന്നെ കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ട്. ഈ ഒരു കളറിൽ ഈ ഒരു കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഞാൻ ചൂടാക്കി നോക്കിയിട്ടൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഹാൻഡിൽ സാധാരണ നമ്മൾ കാണുന്ന ആ ഒരു മെറ്റീരിയൽ അല്ല കേട്ടോ, ഒരു സിലിക്കൺ ടൈപ്പിൽ വരുന്ന ഒരു ടൈപ്പ് പ്ലാസ്റ്റിക് ഒക്കെ പോലെ ഇരിക്കും കേട്ടോ. പിന്നെ ഇൻഡക്ഷൻ ബേസ്ഡ് അല്ല, നമുക്ക് ഗ്യാസിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻഡക്ഷൻ കുക്കറിൽ യൂസ് ചെയ്യാൻ പറ്റൂല കേട്ടോ. അപ്പം അങ്ങനെ അത്യാവശ്യം വലുപ്പമുണ്ട്. പിന്നെ നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളും നല്ല ക്വാളിറ്റിയും ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ടിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന നോൺ സ്റ്റിക്കിൻ്റെ അതേ ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് 541 രൂപയായിരുന്നു കേട്ടോ. അപ്പം അടിപൊളി പ്രൊഡക്റ്റാണ്. ഇതും ഒരു നോൺ സ്റ്റിക്കിന്റെ തന്നെ ഒരു കടായിയാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് പേടിച്ചുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നാവോ ഇല്ലേ, ക്വാളിറ്റി ഉണ്ടാവോ എന്നൊക്കെ ഉള്ള പേടി തന്നെ കേട്ടോ വാങ്ങിച്ചത്. കാരണം ഞാൻ മീഷോ നോൺ സ്റ്റിക്കിന്റെ പാനുകളും കടായികളും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ കൂടുതൽ വാങ്ങിച്ചിട്ടില്ല അതിന് മുന്നേ. അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെയാണെന്ന് പറയാം ഇങ്ങനത്തെ ഒരു ഈ ടൈപ്പിലുള്ള പ്രൊഡക്റ്റ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു കടായിനെ കുറിച്ച് പറയാൻ, ലിഡോട് കൂടിയാണ് വരുന്നത്. സ്റ്റീലിന്റെ ലിഡാണ്. പിന്നെ അത്യാവശ്യം നല്ല സൈസും ഉണ്ട് കേട്ടോ. നമുക്കൊരു 4-5 ആളടങ്ങുന്ന ഒരു ഫാമിലിയിലേക്ക് ഒരു എന്താ പറയുക, ഒരു ബിരിയാണിയൊക്കെ വെക്കാൻ പാകത്തിനുള്ള ഒരു കടായി പാത്രം കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, കാണാൻ നല്ല ഭംഗിൻ്റെ ഒരു കളറും, അതുപോലെ കോട്ടിംഗ് ഒക്കെ നല്ല കോട്ടിങ് കേട്ടോ, കേടാവുന്നില്ല. ഇതും നേരത്തെ പറഞ്ഞ പോലെ ഇൻഡക്ഷൻ ബേസ് അല്ല, ഗ്യാസിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കടായി പാത്രമാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നല്ല സൈസും ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് 700 രൂപയാണ് കേട്ടോ. ആ ഒരു പ്രൈസിന് വേർത്താണ്. കാരണം ഷോപ്പിൽ ഇത്ര വലിയൊരു കടായി ആ പ്രൈസിന് എന്തായാലും കിട്ടും. നമുക്ക് സാധാരണ സോസ് പാനൊക്കെ ആ റേറ്റിന് കിട്ടുള്ളൂ കേട്ടോ. 700-800 രൂപക്കൊക്കെ സാധാരണ സോസ് പാനിന് വരെ ആ ഒരു റേറ്റ് ആവാറുണ്ട്. പക്ഷെ ഇത് അത്യാവശ്യം നല്ല സൈസും ഉണ്ട്, നല്ല ക്വാളിറ്റിയും ഉണ്ട് കേട്ടോ. ആ ഒരു പ്രൈസിന് എന്തായാലും വേർത്തായുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ലിങ്ക് എന്താ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അടുത്ത പ്രൊഡക്റ്റ് ഭയങ്കര ക്യൂട്ടായുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് ശരിക്കും എന്താ പറയുക, ഒരു ഷോ പീസായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതെന്താണെന്ന് മനസ്സിലാവും. ഇത് നമുക്ക് സോൾട്ടും പെപ്പറൊക്കെ ഇട്ടേക്കാൻ പറ്റുക ഷെയ്ക്കേഴ്സ് ഇല്ലേ, സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ഷെയ്ക്കേഴ്സ് ആണ്. പക്ഷേ ഇതുപോലെ ഒരു ട്രേ ഒക്കെ കൊടുത്തിട്ട് കാണാൻ നല്ല ക്യൂട്ടായിട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രൊഡക്റ്റ് കേട്ടോ. നമുക്കിത് യൂസിനെക്കാട്ടിലും ഒരു ഷോ പീസായിട്ട് യൂസ് ചെയ്യാനായിരിക്കും ഒന്നുകൂടി നല്ലത്. കാരണം അത്രയും ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഇതാ ഇതിൻ്റെ ഈ കണ്ടെയ്നർ കണ്ടോ, വളരെ ചെറിയൊരു കണ്ടെയ്നറാണ്. ഇതുപോലെ വുഡനിൽ തന്നെ വരുന്ന ഹോൾസൊക്കെ കൊടുത്തിട്ട് സാധാരണ ഷേക്കേഴ്സ് എങ്ങനെയാണോ ഉണ്ടാവുക ആ രീതിയിൽ തന്നെ ഉണ്ടുള്ളത്. സംഭവം നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. നമ്മൾ കിച്ചണിലൊക്കെ വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഒരു ഉപയോഗത്തിന് വേണ്ടി വാങ്ങിക്കുക എന്നതിലപ്പുറം ഒരു ഷോ പീസായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 263 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസിന് വേർത്തുള്ള പ്രൊഡക്റ്റാണ്. കാരണം അത്രയും ക്വാളിറ്റി ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ പണിതൊക്കെ എടുത്ത് വരുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രൈസിന് നമുക്ക് എന്താ നഷ്ടമെല്ലാം തോന്നുന്നു. അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമുക്കിങ്ങനെ ഷോ പീസായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. യൂസേജിനെ പറ്റി പറയുകയാണെങ്കിലും യൂസേജും ഉണ്ട്, പക്ഷേങ്കിൽ കൂടുതൽ ഷോ പീസായിട്ടാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇപ്പം അടുത്തതും ഒരു പാനാണ്. ഇതൊരു അലൂമിനിയത്തിൻ്റെ പാനാണ് കേട്ടോ. ഇതും നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഒരു പാനാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഇൻഡക്ഷൻ ബേസ്ഡ് അല്ല, ഗ്യാസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാനാണ്. നമുക്ക് അത്യാവശ്യം വേണ്ട യൂസേജിനൊക്കെ ഉപകരിക്കുന്ന
അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു പാൻ തന്നെയാണ് കേട്ടോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ അതാ ഹാൻഡിലും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 383 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസിന് വർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ് എന്തുകൊണ്ടും. അപ്പോൾ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. പിന്നെ ഒരു കാര്യം കേട്ടോ, വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ ലൈക്ക് ചെയ്യും തോറും നമ്മളെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ അത് ഭയങ്കര ഉപകാരപ്രദമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യണേ, മറന്നു പോവാതെ. ഈ ഒരു പാന് ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, പക്ഷെങ്കിൽ ഉപയോഗിക്കണമെന്നില്ല. ഇതിൻ്റെ ക്വാളിറ്റി അല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാവും, കാരണം അത്രയും നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ് കേട്ടോ. നല്ല വെയിറ്റും ഉണ്ട്. സാധാരണ അലൂമിനിയത്തിൻ്റെതൊക്കെ വെയിറ്റ്ലെസ് ആയിട്ടല്ലേ വരും, പക്ഷെ ഇത് നല്ല വെയിറ്റും കാര്യങ്ങളും നല്ല സൂപ്പർ ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് നമുക്കൊരു ഷോ പീസായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല ഭംഗിയിൽ നല്ല എന്താ പറയുക, കിച്ചൺ നല്ല അടിപൊളിയായിട്ടൊക്കെ സൂക്ഷിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. കാരണം ഇതിന് യൂസേജ് എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ ഡൗട്ടാണ്, കാരണം അത്ര യൂസേജ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഷോ പീസായിട്ട് നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. കാരണം നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്കിതാണ് കേട്ടോ, ഷുഗർ, ടീ, കോഫി എന്ന് എഴുതിയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആണ്, പക്ഷേങ്കിൽ വുഡണിലാണ് വരുന്നത്. പിന്നെ അതായത് ഇതുപോലെ ഒരു ട്രേ ഉണ്ട്. ട്രേ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ഹാൻഡിലൊക്കെ കൊടുത്തിട്ട് നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു കണ്ടെയ്നറും അതിൻ്റെ ട്രേ ആണ്. പക്ഷേങ്കിൽ യൂസേജ് ഇല്ല എന്ന് പറയാൻ കാരണം ഈ ഒരു ലിഡ് എയർ ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന ലിഡോ അല്ലെങ്കിൽ അത്യാവശ്യം ടൈറ്റ് ആയി നിൽക്കുന്ന ലിഡോ ഒന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ നമുക്കൊരു ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ മാത്രം, അത്രേ ഉള്ളൂ കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരു ഓപ്പണിങ്ങും ക്ലോസിനും വേണ്ടിയിട്ട് മാത്രം കൊടുത്തിട്ടുള്ള ഒരു ലിഡാണ്. ഒട്ടും എയർ ടൈറ്റ് അല്ലതാ, ഇതുപോലെ നമുക്ക് ഇങ്ങനെ എടുത്തു വെക്കാൻ പാകത്തിന് മാത്രമുള്ള ഒരു ലിഡാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ ടീ, ഷുഗർ, കോഫി ഐറ്റംസ് ഒന്നും ഇട്ട് വെക്കാൻ ആപ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല. പക്ഷെങ്കിൽ ഒരു ഷോ പീസ് ആയിട്ട് വേണമെന്ന് വെച്ചാൽ അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. കാരണം അത്രയും കിച്ചണിന് നമുക്ക് അത്രയും ലുക്ക് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ്. ഇപ്പോൾ കിച്ചണിൽ മാത്രമല്ല, നമുക്ക് ടേബിൾ ഡെക്കർ ചെയ്യാനും അതുപോലെ എന്താ പറയുക പാൻട്രി യൂണിറ്റ് ഒക്കെ അങ്ങനത്തെ ഒക്കെ യൂസേജിന് പറ്റുന്ന നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ അതിൻ്റെ പ്രൈസ് 499 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസിനുള്ള വർത്ത് ഉണ്ട്, കാരണം വുഡനിലാണ്. പിന്നെ അതാ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഈ ടീ, ഷുഗർ, കോഫി എന്നൊക്കെ എഴുതിയതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം ഒരു ഡെക്കർ ഐറ്റമായി, അതായത് ഒരു ഷോ പീസ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു ഫ്ലവർ വേസ് ആണ് കേട്ടോ. ഇതും നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് കേട്ടോ. കാരണം ഇതിൻ്റെ ഈ ഒരു വേസ് വരുന്നത് സെറാമിക്കിലാണ്. അതുപോലെ ഈ ലീവ്സ് ഒക്കെ കണ്ടാൽ നമുക്ക് ഒറിജിനൽ ആണെന്ന് തോന്നുന്ന രീതിയിൽ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ലീവ്സ് ആണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ ആണെന്ന് നമുക്ക് കണ്ടാൽ തോന്നില്ല. നല്ലൊരു ഭംഗിയുള്ള എന്താ പറയുക, നമുക്ക് ഡെക്കറായിട്ടും ടേബിൾ ഡെക്കറിനും അതുപോലെ കിച്ചണിലും ബെഡ്റൂമിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ഡെക്കർ ഐറ്റം കേട്ടോ. ഈ ഒരു വേസ് ഫ്ലവർ വേസ് എന്ന് പറഞ്ഞിട്ട്, കാരണം ഫ്ലവർ അല്ല, ഫുൾ ലീവ്സ് ആണ്. പിന്നെ ഒരു പോട്ടും അതുപോലെ തന്നെ കേട്ടോ, നല്ല അടിപൊളി ക്വാളിറ്റിയിൽ സെറാമിക്കിൽ വരുന്ന നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ളൊരു പോട്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രൈസ് 407 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കിക്കോളാണ്ടോ. വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് വാങ്ങിച്ചു. ഈ ഒരു സ്പൈസ് ബോക്സ് ആണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്പൈസ് ബോക്സ്, ഒരു ക്ലീൻ ലുക്കുള്ള ഒരു സ്പൈസ് ബോക്സ്. പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ വന്നിട്ട്. ഈ ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. പിന്നെ അത് 3 പാർട്ടായിട്ടാണ് വരുന്നത്. നമുക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കാൻ, അതായത് കിച്ചണിൽ ചെറിയ ചെറിയ യൂസേജുകളൊക്കെ ഉണ്ടാവില്ലേ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ അല്ലാതെ സ്പൈസസോ അല്ലെങ്കിൽ കടുക്, ഉലുവ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാൻ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. പ്ലാസ്റ്റിക് ആണെന്ന് പറഞ്ഞല്ലോ മെറ്റീരിയൽ. ഇതുപോലെ ഇതാ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ലിഡും കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഇതാ അതുപോലെ 3 സ്പൂണും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 265 രൂപയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് കുറച്ച് കപ്പുകളാണ്. ഇതുപോലെ ഗ്ലാസ്സിൽ വരുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സിൽ വരുന്ന കപ്പുകളാണ് കേട്ടോ. ഇത് ചെറിയ കപ്പാണ്. ഫോട്ടോയിൽ കാണുമ്പോൾ കുറച്ചുകൂടി ഒരു വലുപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ കൈ കിട്ടിയപ്പം തീരെ ചെറിയ ഗ്ലാസ്സാണ്. നമുക്ക് കോഫിയൊക്കെ കുടിക്കാൻ പാകത്തിനുള്ള ആ ഒരു വലുപ്പത്തിൽ വരുന്ന കപ്പുകളാണ് കേട്ടോ. പക്ഷേങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല വെയിറ്റുള്ള ഗ്ലാസ്സിലാണ്. അതുപോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും ഈ ഒരു ഷേപ്പും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ്
326 രൂപയായിരുന്നു കേട്ടോ. 6 വരുന്നൊരു സെറ്റാണ്. ആ ഒരു പ്രൈസിന് വർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്ന് തോന്നുന്നു. കാരണം നമുക്ക് ഈ ഒരു ടൈപ്പ് ഗ്ലാസ് ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോഴും ആ ഒരു റേറ്റൊക്കെ തന്നെയാണ് ഏകദേശം ആവുന്നത്. അപ്പോൾ അങ്ങനെ കേട്ടോ, 6 വരുന്ന സെറ്റാണ്. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അടുത്ത പ്രൊഡക്റ്റ് ഒരു സ്റ്റീമറാണ്. നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു സ്റ്റീമർ കേട്ടോ. ഈ ഒരു ലിഡിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി എടുത്ത് പറയണം, കാരണം അത്രയും ക്വാളിറ്റിയിലാണ് വരുന്നത്. പിന്നെ അതാ സ്റ്റീമർ കണ്ടോ, ഇതുപോലെ ഹോൾസൊക്കെ കൊടുത്തിട്ട് അങ്ങനെയുണ്ട്. പിന്നെ താഴെ ഒരു പോട്ട് ഇട്ടോ, നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാനുള്ള വെള്ളം ഒഴിച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാനുള്ള ഒരു പോട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്കിത് സ്റ്റീമറായിട്ട് യൂസ് ചെയ്യാം, അതല്ല ഈ ഒരു പോട്ട് മാത്രമായിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു ടീ പോട്ടൊക്കെ ആയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പോട്ടാണ് കേട്ടോ ഇത്. നമുക്ക് ന്യൂഡിൽസോ പാസ്ത അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഉണ്ടാക്കാനൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെറുതാണ് കേട്ടോ. അത് മീഷോയിൽ നമ്മൾ കാണുമ്പം കുറച്ചുകൂടെ ഒരു വലുപ്പം ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ കൈ കിട്ടിയപ്പോൾ അത്ര വലുപ്പമില്ല. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് വീട്ടിൽ എപ്പോഴും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവമാണല്ലോ ഇതുപോലെ ഒരു സ്റ്റീമർ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 547 രൂപയാണ് കേട്ടോ. ആ ഒരു പ്രൈസിന് വർത്താണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ചെറുതായ പോലെ ഒരു ഫീൽ കേട്ടോ. കാരണം നമ്മൾ മീഷോയിൽ ഫോട്ടോയിൽ കാണുമ്പോൾ നല്ല വലുപ്പം തോന്നുന്നുണ്ടല്ലോ, അപ്പം അങ്ങനെ ഒരു പ്രശ്നം കേട്ടോ. പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല, അടിപൊളി പ്രൊഡക്റ്റാണ്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഇതുപോലത്തെ സ്റ്റീലിൻ്റെ കുറച്ച് പാത്രങ്ങളാണ് കേട്ടോ. ഈ ഒരു പാത്രത്തിന് എന്താണ് പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ നമുക്ക് മിൽക്ക് പോട്ടായിട്ടൊക്കെ യൂസ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ മാവൊക്കെ അരച്ച് വെക്കാൻ വേണ്ടിയിട്ട്, ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുമല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഫുഡൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. അങ്ങനെ അത്ര യൂസേജിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന കുറച്ച് പാത്രങ്ങൾ കേട്ടോ. ഇത് 5 വരുന്നൊരു സെറ്റാണ്. ഏറ്റവും വലുത് ഈ ഒരു സൈസാണ്. ഇതൊരു 2.5 ലിറ്ററൊക്കെ കപ്പാസിറ്റി ഉണ്ടാവും കേട്ടോ. ആ ഒരു സൈസിലാണ് ഏറ്റവും വലുത് വരുന്നത്. പിന്നെ അതിൻ്റെ താഴായിട്ട് അങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റീലിലാണ് കേട്ടോ വരുന്നത്. നല്ല വെയിറ്റ് ഉണ്ട്. അതുപോലെ എന്താ പറയുക, ഈ ഒരു ചതക്കങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ വരുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 571 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസിനുള്ള പ്രൊഡക്റ്റ് ഉണ്ട്, വർത്തായുള്ള പ്രൊഡക്റ്റാണ്. കാരണം സ്റ്റീലാണ്, നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റീൽ തന്നെയാണ് കേട്ടോ. വെയിറ്റ് ഉള്ള സ്റ്റീലിലാണ് വരുന്നത്. പിന്നെ അതാ ഓരോന്നിൻ്റെ സൈസിനനുസരിച്ച് ആ നമ്പറൊക്കെ ഇതിൻ്റെ പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ടില്ല, പക്ഷേങ്കിൽ നമുക്കറിയാമല്ലോ സ്റ്റീലായതുകൊണ്ട് തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതാ 5 വരുന്ന സെറ്റാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ്. ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഇതും സ്റ്റീലിൻ്റെ കുറച്ച് പാത്രങ്ങളാണ് കേട്ടോ. ഇതും 5 വരുന്നൊരു സെറ്റാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ലിഡും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കറികൾ, അങ്ങനെയുള്ള ഉപ്പേരികൾ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇങ്ങനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക, അതല്ലാണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ കറികൾ തന്നെ നമുക്കിതാ ഈ ചെറിയ പാത്രമൊക്കെ ആണെങ്കിൽ ഒരു 2 ആൾ വരുന്ന ഫാമിലിക്കൊക്കെ കറികൾ സെർവ് ചെയ്യാൻ, പിന്നെ അതിൻ്റെ കൂടുതൽ അങ്ങനെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാത്രങ്ങളാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീലിലാണ് കേട്ടോ ഈ ഒരു പാത്രങ്ങളും വരുന്നത്. നല്ല വെയിറ്റ് ഉണ്ട്. നമുക്കിത് കുക്കിംഗ് പോട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ വരുന്നത്. മാത്രമല്ല നമുക്ക് ഇൻഡക്ഷൻ ബേസൊക്കെ ആയിട്ട് ഇൻഡക്ഷൻ കുക്കറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ വരുന്നത്. പിന്നെ അതാ ലിഡും നല്ല ക്വാളിറ്റി, നല്ല വെയിറ്റിലാണ് കേട്ടോ ലിഡും കൊടുത്തിട്ടുള്ളത്. കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരുപോലെയുള്ള ഈ പാത്രങ്ങൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഇതിലൊക്കെ ഇങ്ങനെ സെർവ് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ. മാത്രമല്ല സ്റ്റീലാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാതെ യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 595 രൂപയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 5 വരുന്ന സെറ്റാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതിക്കോട്ടെ. എല്ലാ പ്രൊഡക്റ്റിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.